പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കും. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നീ ആരോപണം ഉയർത്തി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ലക്ഷ്യമിട്ട് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രാജ്യസഭ പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കുകയാണ്. ഇന്നും വോട്ട് ചോർച്ച, അതുപോലെ തന്നെ മന്ത്രിമാരെ അയോഗ്യരാക്കുന്നത് അടക്കമുള്ള ബില്ലിൽ പ്രതിഷേധം ശക്തമാകാൻ തന്നെയല്ലേ സാധ്യതയുള്ളത്? അമ്പലി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ തരത്തിൽ തന്നെ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല. അതേസമയം തന്നെ ഇന്നലെ ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് ഇന്ന് രാജ്യസഭയിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് രാജ്യസഭ കടക്കുന്നതിന് വലിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്നലെയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നില്ല. അത് ഇന്നലെ സ്പീക്കർ തന്നെ സൂചിപ്പിക്കും. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എതിർപ്പൊന്നും ഉണ്ടാകില്ലോ, നിങ്ങൾ ഇപ്പോഴും ബഹളം വയ്ക്കുന്നത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടല്ലേ എന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ബില്ല് എന്തായാലും പാർലമെന്റിൽ പാസ്സാക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും. അതേസമയം തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഗൗരവമായി തന്നെ വിഷയം കൈകാര്യം ചെയ്യാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് പാർലമെന്റ് പാസ്സാക്കിയ പല ബില്ലുകൾക്ക്, നിർണായക ബില്ലുകൾക്കെതിരെ പോലും കോടതിയിലേക്ക് അടക്കം സമീപിക്കുന്ന സാഹചര്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അതേസമയം തന്നെ വോട്ട് ചോർച്ചയിൽ ഇനി ഒരു തരത്തിലും ചർച്ച വേണ്ട എന്ന് തന്നെയാണ് ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ട് അതിലേക്ക് മറ്റ് തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ടർ പട്ടിക ക്രമക്കേടും SIR ഉയർത്തുന്നത് ബീഹാറിലാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. ഇന്ന് അവിടെ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 10,000-ലധികം കോടി രൂപയുടെ പുതിയ പദ്ധതികൾ പ്രധാനമന്ത്രി അവിടെ ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യുന്നു. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ബീഹാറിലെ ജനങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായും NDA ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ നിരവധി ബീഹാറിലും പശ്ചിമ ബംഗാളിലുമാണ് 2 പദ്ധതികൾ ഇന്ന് പ്രധാനമന്ത്രി സമർപ്പിക്കുന്നത്. പക്ഷേ ബീഹാറിലാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രാഹുൽ ഗാന്ധിയുടെ യാത്ര അവിടെ നടക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും പോലെ തന്നെ പ്രശാന്ത് പറയുന്ന അനുസരിച്ചാണെങ്കിൽ വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കുമ്പോഴും പ്രതിപക്ഷം ഇരുസഭകളും കൂടുതൽ പ്രതിഷേധിച്ച് പ്രക്ഷുബ്ധമാക്കാൻ തന്നെയായിരിക്കും സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിലെ വാദം ഇന്നും തുടരും. കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് തുടരുന്നത്. ഈ ബില്ലുകൾ അനിശ്ചിതകാലം നീളുന്നതിൽ കേന്ദ്രത്തിനോട് സുപ്രീം കോടതി പരിഹാരം ചോദിച്ച ഒരു സാഹചര്യമാണുള്ളത്. ഈ സമയപരിധി ഭരണഘടനാ വിരുദ്ധമെന്ന നിലപാടിൽ ഉറച്ചു തന്നെ കേന്ദ്ര സർക്കാർ നിൽക്കുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള സാഹചര്യം. പ്രത്യേകിച്ച് അതിലൊരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ ചോദിച്ച അതുമായി സമാനമായ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് രാഷ്ട്രപതിയുടെ റഫറൻസിലുമുള്ളത്. സ്വാഭാവികമായും എന്തിനാണ് അങ്ങനെ ഒരു നീക്കം എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്രം ചോദിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു അധികാരം, അതായത് ഒരു സമയപരിധി വെച്ച് കഴിഞ്ഞാൽ പുതിയ കൂടുതൽ ബില്ലുകൾ വരും. മാത്രമല്ല, ഈ ബില്ലുകളിലെ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് ബില്ലുകൾ ഏത് തരത്തിലാണ് രാജ്യത്തെ ബാധിക്കുക, സമൂഹത്തെ ബാധിക്കുക, അതുമായി ബന്ധപ്പെട്ട ആളുകളെ ബാധിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കുന്നതിന് വേണ്ടി ആണ് ഇത്തരമൊരു വിവേചനാധികാരം വെച്ചിട്ടുള്ളത്. അതിലൊരു സമയപരിധി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ തിടുക്കപ്പെട്ട് തന്നെ നടത്തിക്കൊണ്ടുപോകേണ്ട സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ പല കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായ പരിശോധനകൾ വേണ്ടിവരും. അതുകൊണ്ട് അത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ കോടതി ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അങ്ങനെ ഒരു അനിശ്ചിതകാലമായി നീട്ടിക്കൊണ്ടുപോകുന്നത് കൊണ്ട് എന്ത് പരിഹാരമാണ് ഉണ്ടാവുക? മാത്രമല്ല, നിയമനിർമ്മാണ സഭയായ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഇത്തരത്തിൽ തടഞ്ഞു വെക്കാൻ എന്ത് അധികാരമാണ് ഗവർണർ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഭരണഘടനയിൽ 200-201 വകുപ്പുകൾ പ്രകാരം അത് നൽകുന്നുണ്ട്. പക്ഷേ അതിനൊരു വിവേചനാധികാരം പറഞ്ഞുകൊണ്ട് ഈ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലേ എന്ന ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ആവർത്തിച്ചിട്ടുണ്ട്. ശരി.